മരിക്കുന്ന കാലം വരെ നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്. മരിക്കുന്ന കാലം വരെ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, ഉസ്താദെ 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല എന്ന് പറയട്ടെ. 5 നേരം പായിപ്പാട് ടൗണില് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള നാടാ ഇല്ലേ? പായിപ്പാട് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ കടയുണ്ട്. ഈ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, എനിക്ക് കച്ചവടം ഇല്ലാന്ന്. അവൻ കച്ചവടം പോട്ടെ, കച്ചവടം ഉണ്ടോ ഇല്ലേ എന്നല്ല, നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടോ ഇല്ലേ? 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും പട്ടിണി ഉണ്ടാകില്ല. എങ്കിൽ പിന്നെ ഖുർആൻ പറഞ്ഞ് തെറ്റാവണം, എങ്കിൽ പിന്നെ അള്ള പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. ഇല്ല, അള്ള പറഞ്ഞു ഞാൻ തരും. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ചില സമയങ്ങളിൽ പ്രയാസം വരുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രയാസം വരുന്നുണ്ടല്ലോ. അപ്പൊ നീ മാത്രമല്ലേ നിസ്കരിക്കുന്നുള്ളൂ, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കണില്ലല്ലോ. അതാ ചോദ്യം. ഉസ്താദെ ഞാൻ 5 നേരവും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പായിപ്പാട് പള്ളി വന്നിട്ട് ഞാൻ നിസ്കരിക്കും, എൻ്റെ വീട്ടിൽ എന്നിട്ടും പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കാറുണ്ടോ? അതില്ല. എത്ര വയസ്സുണ്ട് മോന്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. 18 വയസ്സുള്ളവൻ പോത്തുപോലെ കിടക്കുക, എവിടെ എഴുതേക്ക് നിസ്കരിക്കാൻ? അപ്പായി ഉമ്മായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അതേ റൂമിൽ മക്കൾ അപ്പുറത്തിപ്പുറത്തും കിടക്കുന്നുണ്ട്. 10 അല്ല 18 ആയത്, 20 ആയത്. എന്തേ വാപ്പ? അവൻ എന്തേ പെണ്ണും കെട്ടി 5 മക്കളായി കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വം പോയോ? ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോൾ പോയിട്ട് വിളിക്കുക, ഫാത്തിമ എഴുന്നേക്ക് നിസ്കരിക്കാൻ. തങ്ങള് തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കിട്ടു. ഭർത്താവിന്റെ വീട്ടില. മുത്തുനബി പോകുന്ന വഴിയിൽ ഫാത്തിമയുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ വിളിക്കും, മോളെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരും കെട്ടിച്ചു വിട്ട മോളുടെ വീട്ടിൽ പോണ്ട, അടുത്ത റൂമിൽ കിടക്കണ മക്കളെ വിളിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ വഴുത വെക്കാൻ നിൽക്കുക, എല്ലാണ്ണം ഉണ്ട്. സുബഹി നിസ്കരിക്കാൻ എത്ര എണ്ണം ഉണ്ട്? ചിന്തിക്കണം. പടച്ചവനെ പിള്ളേരെ നോക്കിയാൽ മതി. രാത്രി 1 മണി 2 മണി വരെ ഓൺലൈനിൽ കാണാം. പാപ്പ സുഖം ഉറക്കം, മക്കൾ ഓൺലൈനിൽ. എന്ത് ചെയ്യാ? ചിന്തിക്ക്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വീട്ടിൽ മക്കൾ കിടന്നിട്ട് ഓൺലൈനിൽ കുത്തിക്കൊണ്ടിരിക്കുക, മൊബൈലിൽ കാണാം, ഗെയിം കളി. ഒരുമിച്ചിരുന്ന് 5ഉം 6ഉം പല സ്ഥലങ്ങളിൽ ഇരുന്നാലും കളിക്കാം. കളിയാ തുടങ്ങിക്കോ, ബിസ്മില്ലാ, കളി തുടങ്ങി. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഉസ്താദെ പട്ടിണി, ജോലിയില്ല ഉസ്താദെ, MA കാരനാണ്, ഡിഗ്രിക്കാരനാണ്, വലിയ പഠിത്തക്കാരനാ, ഒരു ജോലിയില്ല, വായി നോക്കി നടക്കുക, എഞ്ചിനീയർ, ഒരു പണിയില്ല. എന്നാൽ ഇവിടെ ഈ കടയിൽ കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ MBBS MA ഒക്കെ പഠിച്ചിട്ടാ? എടാ, ഈ വലിയ ബിസിനസ്സുമാരില്ലേ, നിങ്ങൾ ഇവിടുന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒന്ന് പോയേ, ഏറ്റവും വലിയ സമ്പന്നന്മാരെ എടുത്തിട്ട് എത്രാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് നീ മതിരി? ഇന്നത്തെ കുട്ടികളൊക്കെ ഡിഗ്രി അല്ല അല്ലേ? പഴയ തലമുറയിലെ ഏതെങ്കിലും ബെൻസുകാരിലെ നടക്കണേ വലിയ മോലാളിമാരാ. ഒന്ന് വിളിച്ചിട്ട് ഒരു വിദ്യാഭ്യാസം എത്ര ഉണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു പറയുന്നു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് സിറാജ് പെണ്ണുമ്പിള്ളയുടെ കൂടെ മക്കളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നുമല്ല. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്ദി രേഖപ്പെടുത്താനാ. എന്നെ നീ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നിന്റെ കാര്യങ്ങൾ നോക്കി നടാ. ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആൻ പറയുകയാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹ് പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അല്ലാഹു 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്നു ആദം തഫറഅ ലി ഇബാദതി അംല സദറക അന്നി സദറക ഇന്നൻ വഅസുദ്ദ ഫഖറാ. ഈ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക. അല്ലാഹു പറയുകയാണ്, മുത്തുനബി എവിടെ നിന്ന് പറയുകയാണ്, നീ അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറയ്ക്കും. സമ്പത്ത് വീട്ടിലല്ല, ഹൃദയത്തിലാണ് സമ്പത്ത് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എവിടെ സമ്പത്ത് വേണ്ടത്?
എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? പായിപ്പാടുള്ള ഏറ്റവും വലിയ സമ്പന്നനാരാപ്പ? പായിപ്പാടുള്ള ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? ആരാപ്പ? പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നൻ വീടിന്റെ മതിൽ കണ്ടിട്ടുണ്ടാ? ഗേറ്റ് കണ്ടിട്ടുണ്ടാ? മുറ്റത്ത് കിടക്കണ വാഹനം കണ്ടിട്ടുണ്ടാ? ഈ പള്ളി കിടക്കണ കിടപ്പുണ്ടാ? ഇല്ല. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ പോയാ പറയും ഇല്ല. അവസാനം പ്രസിഡന്റ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് 1000 രൂപ വെച്ചോ പറക്കത്തിയട്ടെ. ഓരോ പണക്കാരന്മാരുടെ വീട്ടിൽ 2 കാവൽക്കാര് പട്ടി വളർത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. ചുറ്റും ക്യാമറ, നെക്കിയാ തുറക്കുന്ന ഗേറ്റ്. സുബ്ഹാനല്ലാഹ്. അകത്ത് കയറി ചെല്ലുമ്പോൾ ഒന്നുമില്ല, സങ്കടം, പാവം. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗനന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നിനക്കുണ്ടോ, നീയാ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ സമ്പന്നൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരും. നീ പേടിക്കണ്ട. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഐശ്വര്യം നിറയ്ക്കും. എന്നിട്ട് പറയുകയാണ്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുത്തുകളയും. അല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മകനെ, നീ എന്നെ വഴിപ്പെട്ട് ജീവിച്ചാൽ, നീ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഐശ്വര്യം ഞാൻ നിറയ്ക്കുകയാണ്, ദാരിദ്ര്യം ഞാൻ തടയുകയാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്കി നിറയ്ക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യമാണ് സഹോദരാ. നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടാ നീ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യം തടയും. ഇല്ല, നീ എന്റെ പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ നീ നിനക്ക് തോന്നുന്നത് പോലെ നീ ജീവിച്ചാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ടുവരും, ദാരിദ്ര്യം നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടുതരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വ്യക്തമായി കേട്ടോ. ഞാൻ നിർത്തുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ഐശ്വര്യം നിറച്ചു തരും. എന്നിട്ട് പറയുകയാ, നിനക്കും നിന്റെ കുടുംബത്തിനും ദാരിദ്ര്യം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല, നിസ്കരിക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നിനക്ക് തിരക്കായിരിക്കും. തിരക്ക് തന്നെ, 24 മണിക്കൂറും തിരക്ക്. അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പണിഷ്മെന്റ് അത്. നിന്ന് തിരിയാൻ സമയമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാധാരണ പറയത്തില്ലേ, നിന്ന് തിരിയാൻ സമയമില്ല, അത്രയ്ക്കും തിരക്കാ. എന്താ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ? നിന്ന് തിരിയാൻ സമയമില്ല. ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്ന സമയം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പായിപ്പാടൊരു ഓട്ടക്കടയും വെച്ചിരിക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. കേവലം ഒരു ഭാര്യയും 2 മക്കളെയും നോക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. തിന്നാനുമില്ല, ഉറങ്ങാനുമില്ല, ഒന്നിനുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, ദാരിദ്ര്യം വണ്ടി വിളിച്ച് നിന്റെ വീട്ടിൽ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ എങ്ങും പോണ്ട. നിനക്ക് കള്ളുപിടിയില്ല, പെണ്ണുപിടിയില്ല, പലിശ കച്ചവടമില്ല, ഒരു വൃത്തികേടുമില്ല. എന്നാലും നിന്റെ സമ്പത്ത് പോകും. നിനക്ക് ദാരിദ്ര്യം നിന്നെ തേടി വരും. അള്ളാഹ് നിന്റെ കണ്ണിന്റെ മുന്നിൽ ലൈവായി ദാരിദ്ര്യം കൊണ്ടുവരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ഇരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. 5, എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ
അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നർ റഹിമ സുജ്നത്തും മിനർ റഹ്മാൻ ഫഖാല അല്ലാഹു മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തീർച്ചയായും കുടുംബബന്ധം പരമകാരുണ്യകന്റെ പേരുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നീ ബന്ധം പുലർത്തിയവനോട് ഞാനും ബന്ധം പുലർത്തുകയാണ്. മഹാനായ പ്രവാചകനെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, കുടുംബ ബന്ധം ചേർത്താൽ അല്ലാഹു നിനക്ക് ഐശ്വര്യം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള അഞ്ചാമത്തെ വഴി എന്തു ചേർക്കണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചേർക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ. കുടുംബ ബന്ധം നമ്മൾ വല്ലാതെ ചേർക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാ, നീ ബന്ധം ചേർത്താൽ ഞാൻ നിന്നോട് ബന്ധം ചേർക്കും. നീ ബന്ധം മുറിച്ച ഞാനും മുറിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. കൂടപ്പുറപ്പുകളും ഉണ്ടത്തില്ലല്ലോ, പിന്നല്ലേ ബന്ധം. കൂടപ്പുറപ്പുകൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അത്തായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്ക്. കമ്മിറ്റിക്കാർക്കും പൊക്ക അൻസാരി പ്രസിഡന്റ് കേട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ പിതാവിനോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ പറ്റും. മരണപ്പെട്ടു പോയ പിതാവുമായിട്ടുള്ള ബന്ധം മരണശേഷം നിലനിർത്താൻ പറ്റും. എങ്ങനെ? ദുആയിലൂടെ ഒന്നുമല്ലോ, അത് വേറെ വിഷയം. എങ്ങനെ? അത്താടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ. ഇനി സഹോദരന്മാരില്ലെങ്കിൽ അത്താടെ വാപ്പയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് ആ സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ കുടുംബക്കാർ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കുടുംബക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കണ്ട പരിചയം കാണിക്കാറുണ്ടോ? പെരുന്നാൾ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടപ്പിറപ്പുകൾ പോലും പരസ്പരം മിണ്ടുന്നില്ല. വാശിയും വൈരാഗ്യവും കടന്നു വരുന്നു. ശത്രുത പുലർത്തുന്നു. വല്ലാത്ത ശത്രുതയാണ്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന നിസ്സാര കാരണത്തിന്റെ പേരിൽ. എന്തിന്? ദാമ്പത്യ ബന്ധങ്ങൾ പോലും തകർത്ത് കളയുന്ന കാലം. കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല. എങ്കിലും അൽഹംദുലില്ലാ, ഇവിടൊക്കെ നോക്കുമ്പോൾ ചില കൂടപ്പിറപ്പുകൾ വല്ലാത്ത ഒരു സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത് അള്ളാഹു അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ വാസിലു ബിൽ മകാഫി. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ചു ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്. പിന്നെയോ മുറിഞ്ഞുപോയ ബന്ധങ്ങള് പുനഃസ്ഥാപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നത് അവൻ എന്നെ സഹായിച്ചല്ലോ, അതുകൊണ്ട്
കൊണ്ട് ഞാൻ അവനെ സഹായിക്കാം. അങ്ങനെ ചെയ്യുന്നതിനല്ല, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, പിണങ്ങിക്കഴിയുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ തിരിച്ച് സ്ഥാപിക്കലാണ് കുടുംബ ബന്ധം പുലർത്തലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 ദിവസങ്ങളിൽ കൂടുതൽ ഒരാളോടും പിണങ്ങിയിരിക്കാൻ പാടില്ല. എത്ര വലിയ ശത്രുതയാണെങ്കിലും, എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങിയിരുന്നാൽ അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആകാശത്തിന്റെ കവാടം തുറന്ന് മുകളിലേക്ക് പോകുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്, സഹാബാ സ്വർഗത്തിലൊരു വീട് വേണോ, സ്വർഗത്തിലൊരു വീട് വേണോ? പരസ്പരം 2 പേര് പിണങ്ങിയിരിക്കുന്നു. ആ പിണങ്ങിയിരിക്കുന്നതിൽ ആരാണോ ആദ്യം സലാം പറയുന്നത്, ആരാണോ ആദ്യം സലാം പറയുന്നത്, ആ സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 പേര് പിണങ്ങിയിരിക്കുമ്പോൾ ആദ്യം സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴെങ്കിലും കള്ളം പറയാൻ പാടുണ്ടോ? കള്ളം പറയൽ അനുവദനീയമായ സമയമുണ്ടോ? തമാശയ്ക്ക് പോലും കള്ളം പറയുന്നവന് വലിയ ശിക്ഷയുണ്ടെന്ന അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. വലത് കൈകൊണ്ട് കുടിക്ക് ചായ എല്ലാവരും, ചിലരൊക്കെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്. കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടില്ല എന്നല്ല ഞാൻ ചോദിച്ചത്, ഉണ്ടോ ഇല്ല എന്നല്ലേ ചോദിച്ചേ. കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ ഇല്ലേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ആ, എപ്പോഴാ പറയാൻ പറ്റുക? കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം പറഞ്ഞേ. ജീവന് ഭീഷണി ഉണ്ടാകുമ്പോ. ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് കള്ളം പറയാൻ നിൽക്കുന്നത്? ഓൻ ഭീഷണിയാക്കിയിട്ട് പോകത്തല്ലേ. കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് പിണങ്ങിയിരിക്കാം. അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്നവരടുക്കൽ പോയിട്ട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു. അപ്പൊ മസ്ലഹത്തിന് പോകുന്ന ഒരാൾ പറയാ, പൊന്നാര ആമിന, നിന്റെ ഇക്കായ്ക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. നീ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ നിന്നെക്കുറിച്ചൊക്കെ ചോദിക്കും. എവിടെ? ചോദിക്കാറൊന്നുമില്ല, എന്നാലും പറയുക. കാരണം എന്തേ? അപ്പൊ എൻ്റെ വാക്ക് എന്നെ തിരക്കുന്നുണ്ടല്ലോ. തിരിച്ചിപ്പുറത്ത് വന്നിട്ട് പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പിണങ്ങിയിരിക്കുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ യോജിച്ചിരിക്കുന്നതിനെ പിരിപ്പിക്കാൻ വേണ്ടിയാ കള്ളം പറയുന്നത്. ഭാര്യയും ഭർത്താവിനെയും കൂടെ എങ്ങനെ 2 തട്ടിലാക്കാൻ പറ്റും? കൂടപ്പിറപ്പുകളെ തമ്മിൽ എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും? 2 കൂട്ടുകാരെ എങ്ങനെ പിരിപ്പിക്കാൻ പറ്റും? അവിടെ കയറിയിട്ട് പറയും, അവനടാ നീ ഇല്ലാത്തപ്പോൾ പറഞ്ഞോന്ന് കാണണം. അങ്ങനെ ഇതാ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനിയൊരു അവസരമുണ്ട് പറഞ്ഞു തരട്ടെ. ഇനിയൊരു അവസരമുണ്ട് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഞാൻ മൈക്കിൽ കൂടെ പറയത്തില്ല, അവസാനം വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം പെണ്ണുങ്ങൾ വയത് കേൾക്കുന്നുണ്ട്, വെട്ടുപോകും. പെണ്ണുങ്ങൾ വയത് കേൾക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിത് സ്ഥിരം പണിയാക്കും. അതുകൊണ്ട് പറ്റൂല. വയത് കഴിഞ്ഞിട്ട് വേണേൽ പറഞ്ഞുതരാം, ലൈവ് ആയതുകൊണ്ട് പറ്റൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ലൈവിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുഴപ്പമില്ല. അത് ഈ ക്ലാസ്സിന് വേണ്ടി തുടങ്ങിയതാപ്പ. നമ്മുടെ ഈ 1 വർഷത്തെ ക്ലാസ് മുഴുവനും നടക്കുന്നത് ആ ചാനലിനകത്ത്, അതിനകത്തിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആ ചെറുതിൽ, ആ കുറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ കുറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി തന്നെ വരും. നമ്മളെന്തിനാ പേര്? ആള് കൂടിയാൽ എന്ത്, കൂടിയില്ലെങ്കിൽ എന്ത്? യൂട്യൂബിനകത്ത് കയറിയിട്ട് 50,000 60,000 പേര് വയത് കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് പോകും.
പായിപ്പാട് പള്ളിക്കുള്ളത് വണ്ടി വിളിച്ചാണെങ്കിൽ ഇവിടെ തന്നെ വരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം സിറാജിന് വീട് വെക്കാനല്ലല്ലോ, അള്ളാഹിക്കല്ലേ. അള്ളാഹിക്കുള്ളത് വരും അൽഹംദുലില്ലാ. എത്രയോ പേര് ഇൻഷാ അല്ലാഹ് 10,000 രൂപ തന്നു, പള്ളിക്ക് 10,000 രൂപ തന്നു. ഉസ്താദേ, വൈഫിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാ, ദുആ ചെയ്യണം. ആ ഉമ്മ മരണപ്പെട്ടു പോയി കുവൈറ്റിന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വീണ്ടും 10,000 തന്നു. ഉസ്താദേ, ഉമ്മ മരിച്ചിട്ടൊന്ന് കാണാൻ പറ്റിയില്ല, നാട്ടിൽ പോകാൻ പറ്റിയില്ല, നാട്ടിൽ പോയി ഒന്ന് മയ്യത്ത് കാണാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ, വീണ്ടും 10,000. നിങ്ങൾ ഇന്നലെ നോക്കിക്കേ, 40,000 തന്നു. ലൈവ് ആണോ? എങ്ങനെ വന്നേ? വാപ്പ മരിച്ചു 10,000, ഉമ്മ മരിച്ചു 10,000, ഭാര്യയുടെ ആരോ മരിച്ചു 10,000, 40,000. അൽഹംദുലില്ലാ, അല്ലാഹ് ഉദ്ദേശിച്ചവരെ കൊണ്ടുവരും ചങ്ങാതി. ഇവിടെ ഈ പായിപ്പാടുകാർ വിചാരിച്ച തന്നെ ഈ പള്ളി കെട്ടിക്കൂടെ. എടാ, ഇവിടെ ഓരോ മനുഷ്യൻ എഴുതിത്തരുന്ന പേപ്പർ വായിച്ച കണ്ണ് നിറയും. കടവ ഉസ്താദെ, ലക്ഷങ്ങളുടെ കടവ ഉസ്താദെ, വാടക വീട്ടിൽ കിടക്കണ ഉസ്താദെ. അവന് 1,500 രൂപ തരുന്ന പള്ളിക്ക്. ആര് തരുന്ന? വാടക വീട്ടിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കടമുള്ള, കച്ചവടവും ജോലിയില്ലാതെ അന്നത്തെ ചെലവിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ 1 സ്ക്വയർ ഫീറ്റിന്റെ പൈസ തരുന്നു പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇവിടെ കെട്ടുകണക്കിന് വെച്ചിട്ട് എത്രന്ന് പോലും അറിയാത്തവൻ കണ്ണും തെള്ളിയിരിക്കുക. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പള്ളിക്ക് പലിശക്കാരന്റെ പൈസ വേണ്ട, ഹറാമായ പൈസ വേണ്ട. അല്ലാഹ് ഹലാലെ എടുക്കൂ, അല്ലാഹു ഹലാലെ തിരഞ്ഞെടുക്കൂ. ഹറാമായ പൈസ കൊണ്ട് 1 രൂപ വായ്പാട് പള്ളിക്കകത്തുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? നിങ്ങൾ പറ, സമാധാനം കിട്ടുമോ? ഒരാൾ പറഞ്ഞു ഇത്തിരി പൈസ കിടക്കുന്നുണ്ട് ഉസ്താദേ. ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ബാങ്കില് കുറച്ച് പൈസ കിടക്കുന്നുണ്ട്, പലിശ കുറെ കിടക്കുന്നുണ്ട്, എടുത്തു തരട്ടെ. എന്തിനാ? പള്ളിയുടെ മൂത്രപ്പര കെട്ടാമെന്ന് ചോദിച്ചേ. മൂത്രപ്പര പോയിട്ട് ഒന്നും കെട്ടാൻ പറ്റില്ലല്ലോ, കുറെ പൈസ കിടക്കുന്നുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഉസ്താദേ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്കാരെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇത്തിരി ഓഫറായിട്ട് കിട്ടും, അത് വേണോ? പള്ളിക്ക് വേണ്ട, വേറെന്തെങ്കിലും ചെയ്തോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിന്റെ ഉത്തരവാദിത്തം അല്ലാഹ് നോക്കിക്കൊള്ളും. ഇവരിപ്പോഴും ബേജാറില്ല, നാളെ എന്താവും, നാളെ ഒന്നും ആവത്തില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പള്ളിയുടെ വാർപ്പിനുള്ള പരിപാടി നോക്കുക. ഒരുപാട് നേർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നേർച്ച നാളെ നീളയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നേർച്ച ഒരുപാട് അൽഹംദുലില്ലാ. പള്ളിയുടെ പണി തുടങ്ങുന്ന സമയം, ഉസ്താദെ, ഞങ്ങൾ അവിടെ പോയേക്കാം, ഇവിടെ പോയേക്കാം, റാത്തി പോതേക്കാം, മൗലൂദ് ഓതിക്കാം. ഇപ്പൊ എല്ലാം ഓതുന്നുണ്ട്. ചെയ്ത നേർച്ച മുഴുവനും പെൻഡിങ് കിടക്കുമ്പോൾ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നുകൂടെ വരട്ടി തരും. അല്ലാഹു ആക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ ബന്ധം ചേർത്തോ. എത്ര വലിയ ശത്രുവായിക്കോ ഒന്നുമില്ല, പോയി സലാം പറഞ്ഞിട്ട് സ്വർഗത്തിൽ വീട് വാങ്ങിച്ചോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇടത്ത് നിന്റെ കടയുടെ തൊട്ടുമുന്നിൽ നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആ കട കൊണ്ടുവന്ന് തുടങ്ങിയത്. നീ തുടങ്ങിയ അതേ കട തന്നെ അവൻ നടത്തിയിരിക്കുന്നത്. എന്നാലും അൽഹംദുലില്ലാ, നിന്നെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു നടക്കും. നീ ചിരിക്കുന്ന മുഖത്തോടെ പോയി പറയണം, അസ്സലാമു അലൈക്കും, ദുആ ചെയ്യ. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് നിനക്ക്. ഞാൻ ഇന്നലെ അത്ഭുതത്തോടു കൂടി, ഇന്നലെ ഞാൻ തോന്നുന്നു പോത്തിനെ വാങ്ങാൻ പോയി. ഒലുഹിയ മൃഗത്തിന്റെ പോത്തിനെ വാങ്ങാൻ പോകുമ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ 5 പെട്ടിയാട്ട കിടക്കുക. എല്ലാത്തിലും സവാള 3 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ. ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക. നമ്മൾ തന്നെ ചിന്തിച്ച് പഠിച്ച ഇതിന് ആര് വാങ്ങാനാ? 4-5 ഓട്ട നിരത്തിയിട്ടിരിക്കുന്ന എല്ലാം 3 കിലോ 100, 3 കിലോ 100. അവനവനുള്ളത് അവനവന് കിട്ടൂലേ? അതാ ചിന്തിക്കേണ്ടത്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ശത്രുതയുണ്ടോ? ഇങ്ങോട്ട് വന്നില്ല. അവനുള്ളത് അവൻ, ഇവനുള്ളത് ഇവന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞ, ഓട്ടോ സ്റ്റാൻഡിലുള്ള കിടക്കുന്നവർ കണ്ടിട്ടില്ലേ? ഓട്ടോ നിരത്തിയിട്ടിരിക്കുക. ചില ഓട്ടോ സ്റ്റാൻഡിലെ നിർബന്ധം 1ാമത്തെ വണ്ടി വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനല്ല, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ വന്ന് എന്നിട്ടൊരു വിളിയ, സെൻട്രൽ കിടക്കുന്നത് വാടാ, വിളിച്ചോണ്ട് പോകണില്ലേ? അള്ളാഹ് അവൻ എഴുതിയിട്ടുണ്ട്, പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്,
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബബന്ധം ചേർത്താൽ അതിലൂടെ നിനക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആറാമത്തെ കാര്യം കേട്ടോ, ആരാണോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് അവൻ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, 2 നേട്ടങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആരാണോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത്, മറ്റൊരു ഹദീസിൽ കാണാം, പ്രായമുള്ള ആൾക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്ടില്? എന്റെ ഉസ്താദ് അത്തായി അമ്മായി താമസിക്കണ വീട്ടിൽ മാത്രമേ ഇത്ര അഭിവൃദ്ധി? പറ. എടാ, അത്തായും വാപ്പായും ഉമ്മായും പ്രായമായി കുടുംബ വീട് അതെന്നെ വിളിച്ചാൽ മതിയല്ലോ. പണ്ടത്തെ നിയമം അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഇളയ മകനാണ് ഉമ്മായും വാപ്പായും നോക്കണം. അവനാ ഏറ്റവും വലിയ അഭിവൃദ്ധിയും. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. പ്രായമുള്ളവര്, ഞങ്ങൾ ഇങ്ങോട്ട് നോക്ക്, 5-6 മക്കളുള്ള സഹോദരങ്ങൾ കേട്ടോ, ഞാൻ പറയുന്നത് ഉമ്മാനെ ഒരു വീട്ടിൽ നിർത്തരുത്, വല്ലപ്പോഴും നിങ്ങൾ മാറ്റണം. ഓരോ മക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. അപ്പൊ അൽഹംദുലില്ലാ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോഴാണ് അഭിവൃദ്ധി. ഇല്ല, അവൻ നോക്കട്ടെ. അവൻ നോക്കുന്നുണ്ട്, നേട്ടം കൊയ്യുന്നുണ്ട്, നീയോ ഉള്ളത് കാലിയാവുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഞങ്ങളുടെ ഉമ്മ തന്നെ, ഞങ്ങൾ 8 മക്കളുണ്ട്. വാശിയ ഉമ്മ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഉമ്മ നമ്മുടെ വീട്ടിൽ വരുന്നില്ലല്ലോ, ഉമ്മ പരാതിയാ. കാരണം എന്താ? ബർക്കത്ത് വേണമല്ലോ. ഞാൻ പറയുന്നത്, പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യ്. ഉമ്മായിക്കും വാപ്പായിക്കും കൊടുത്തതിന്റെ പേര് ദാരിദ്ര്യം വരുമോ? മക്കള് കണക്ക് പറയും, ഉമ്മായിക്ക് കൊടുത്തേന്. അമ്മ ആശുപത്രി കിടന്നപ്പോ 40,000 ഞാനാ കൊടുത്തേ, അവിടെ കൊടുത്തപ്പോ ഞാനാ കൊടുത്തേ, എന്നിട്ട് അമ്മ മൊത്തം അവനും കൊണ്ട് കൊടുത്ത് എനിക്ക് തന്നില്ല. കണക്ക് പറയരുത്. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുത്തതിന്റെ കണക്കൊരിക്കലും ഒരു മക്കള് പറയരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എത്ര കണക്ക് പറഞ്ഞാലും മതി വരുവോ? ഹദീസിൽ കാണാം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരാൾ പ്രായമുള്ള ഉമ്മയെ ചുമലിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. അപ്പൊ തവാഫ് ചെയ്യുമ്പോ ഒരു സ്വഹാബി വരുന്ന അവിടെ നിന്ന് കണ്ടു. കാണുമ്പോ ചോദിക്ക, വലിയ അഭിമാനത്തോടു കൂടി പറയാ, എന്റെ ഉമ്മാനെ ഞാൻ നാട്ടിൽ നിന്ന് ചുമന്നു കൊണ്ടുവന്നിട്ട് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടാ ഞാൻ ഈ തവാഫ് ചെയ്യുന്നേ. എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ ഇല്ല മോനെ, ഒരൊറ്റ രാത്രിക്ക് പകരമായിട്ടില്ല. എടാ, നീ നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഉമ്മാനെ ചുമലി വെച്ചോണ്ട് നീ ഇങ്ങനെ നടന്നാലും നിന്റെ ഉമ്മ സഹിച്ച ഒരു രാത്രിക്ക് പകരമാകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിക്ക് പകരമില്ല. എന്റെ ജീവിതകാലം മുഴുവനും എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്താലും, എന്റെ ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ, എന്റെ ഉമ്മ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിയുടെ പകുതിയാകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഇല്ലേ? നാളെ രാവിലെ ഉമ്മാടുത്തു പോ. കച്ചവടമൊക്കെ ഇത്തിരി പ്രയാസമാ ഉമ്മ പ്രാഗല്ല ചെയ്യണത്. പോടാ മോനെ, അല്ല ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, പൊക്കോ. ഒരൊറ്റ വാക്ക് മതി രക്ഷപ്പെടാൻ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 7ാമതായി പറയുകയാണ്, മുത്തുനബി പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇന്ന റബ്ബീ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി വയഖ്ദിറു ലഹു വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. പായിപ്പാട് പള്ളി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പലരും ചോദിക്കുന്നു, ഈ പായിപ്പാട് ഏത് നാട്ടിലാണ്, ഏത് ജില്ലയാണ്? പടച്ചവനെ, മംഗലാപുരത്ത് നിന്ന്, കർണാടകയിൽ നിന്ന്, പടച്ചവനെ എന്തിന് ഗൾഫ്
നാടുകളിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് പോലും നമ്മുടെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. ആ സദക്ക നൽകിയവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം കേൾക്കണോ? പടച്ചവനെ വാട്സപ്പിലൂടെ ഇന്നലെ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പായിപ്പാട് പള്ളിക്ക് വേണ്ടി വാട്സപ്പിലുള്ള കൂട്ടുകാര് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ പറയുമ്പോ 5666 പടച്ചവനെ 3000-ഉം 2000-ഉമായി വാട്സപ്പിലൂടെ പടച്ചവനെ തരാൻ തയ്യാറാകുന്നവർ ഏത് അക്കൗണ്ടിലാണ് ഇടുന്നത്, എവിടെയാണ് ഇടേണ്ടത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേട്ടോ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. എന്തിനാണ് ഇങ്ങനെ പൈസ പിരിക്കുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പറയേണ്ടവന് പറയും 5 നയാ പൈസ തരൂല. പടച്ചവനെ എങ്കിലും അല്ലാഹുവിന് വേണ്ടി ചോദിക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സദക്ക നൽകുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാണ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവല്ലേ നിനക്ക് സർവ്വതും തരുന്നത്, അല്ലാഹുവാണ് നിനക്ക് സർവ്വതും തരുന്നത്. കൊടുക്കുന്നത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ, പടച്ച റബ്ബിന് വേണ്ടിയല്ലേ, അല്ലാഹുവിന് വേണ്ടിയല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. പായിപ്പാട് പള്ളി പടച്ചവനെ ഈ നാട്ടുകാർക്ക് വന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ മഴ പെയ്യുമ്പോ നനയാതെ പടച്ചവനെ ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കടക്കാരിയായിരുന്നിട്ട് പോലും തരുന്നവർ അന്യനാട്ടിൽ കിടന്ന മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ, തന്റെ കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുമ്പോ ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പള്ളിക്ക് വേണ്ടി കൊടുത്തവരെ അല്ലാഹു പറയുകയാ, നിന്റെ ജോലി പോകില്ല, നിനക്ക് ദാരിദ്ര്യം വരില്ല, അല്ലാഹു നിന്നെ പട്ടിണിക്കിടൂല, നിന്റെ ഭാര്യ മക്കളെ പ്രയാസപ്പെടുത്തൂല, പെൺമക്കൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞു നീ കരയണ്ട, പിരിവെടുത്തിട്ട് മക്കളെ കെട്ടേണ്ട ഗതി വരുത്തൂല. ഒരു പള്ളിയുടെ മുന്നിലും പായിപ്പാട് പള്ളിക്ക് വേണ്ടി 5 നയാ പൈസ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് കൊടുത്ത മനുഷ്യ, ഒരാളുടെ മുന്നിലും കയ്യുടെ താഴെ പിടിക്കേണ്ട ഗതി വരൂല. എന്നും അല്ലാഹു നിന്നെ ഉയർത്തി വെക്കും, അല്ലാഹു എന്നും നിന്റെ കൈമുകളിലാക്കും. ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും അല്ലാഹു താഴെ കൈനീട്ടേണ്ട ഒരു ഗതി വരുത്തില്ല. ഇനി എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാ കൈനീട്ടാതെ പടച്ച റബ്ബ് നിന്റെ വീട്ടിലെത്തിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു കൊടുത്തോ ലക്ഷങ്ങളാണോ എന്ന് അല്ലാഹു നോക്കില്ല. എടാ നീ കൊടുക്കുന്നത് ചെറുതാണോ വലുതാണോ ഒരിക്കലും പടച്ച റബ്ബ് നോക്കാറില്ല. ചെറുതാണ് കൊടുക്കുന്നതെങ്കിലും എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, നിന്റെ കയ്യിൽ ഒരു കാരക്കയുടെ കീളുണ്ട്, ഒരു കാരക്കയുടെ പകുതി നിന്റെ കയ്യിലുണ്ട്. ആ കാരക്കയുടെ പകുതി സദക്ക കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. അല്ലാതെ കോടിക്കണക്കിന് കൊടുത്തിട്ടല്ല പോകാൻ പറഞ്ഞത്. ഒരു കാരക്കയുടെ പകുതിയാണ് നിന്റെ കയ്യിലുള്ളതെങ്കിലും അതിന്റെ പകുതി കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ പൊക്കോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ സാധാരണ കൊടുക്കുന്നത് പോലെയല്ല. ഇത് ജാരിയായ സദക്കയാ, ഇത് ജാരിയായ സദക്കയാ. ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് ഒഴുകി വരുന്ന സദക്കയാ. നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ പായിപ്പാട് പള്ളി നാളെ പരലോകത്ത് വെച്ച് കാണാ. ഈ പള്ളി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തുണ്ട്. ഇത് സിറാത്ത് കടന്ന സ്വർഗത്തിൽ പോകും. ഈ പള്ളി സിറാത്ത് കടന്ന സ്വർഗത്തിൽ പോകും. അങ്ങനെ സിറാത്ത് കടന്നു പോകുമ്പോ ഈ പള്ളിക്കകത്ത് ചിലരുണ്ട്, ഈ പള്ളിക്കകത്ത് ചിലരുണ്ട്. അല്ലാഹുവേ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവരാരെന്നറിയോ, ഒരു വിഭാഗം സദഖ കൊടുക്കുന്നവരാ. പള്ളിക്ക്
വേണ്ടി കൊടുത്തവരാ, പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ. പിന്നെ ഒരു വിഭാഗം ആരെന്നറിയുമോ? ഈ പള്ളി തൂക്കുന്നവരുണ്ടല്ലോ, ഈ പള്ളി നോക്കുന്നവരുണ്ടല്ലോ, ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവനുണ്ടല്ലോ, ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, അവരെ പള്ളി മറക്കൂല, അവരെ പള്ളി മറക്കൂല. അല്ലാഹുവേ, അവരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആരാ? പള്ളിയിലെ ഉസ്താദന്മാരാ, പള്ളിയൊക്കെ നോക്കുന്നവർ. പള്ളി തൂത്താ കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പള്ളി തൂത്തിട്ടുള്ളവരെന്ന് കൈപൊക്കിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പള്ളി തൂത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? പള്ളി തൂത്താ കിട്ടുന്നത്, എൻ്റെ വീടിന്റെ താഴെ ഒരു ചെറിയ തയ്ക്കാവുണ്ട്. ഞങ്ങളുടെ പോട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ ഇപ്പോഴും പോയിട്ട് തൂക്കും. എൻ്റെ ഉമ്മ ആ പള്ളിയുടെ മുറ്റം തൂക്കും. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ വയ്യാത്ത സമയത്ത് എന്തിനാ ഉമ്മ? എനിക്ക് നേരെ നിൽക്കാൻ വയ്യല്ലോ, ആ പാപം ഇങ്ങനെ പോയിട്ട് പള്ളി തൂക്കും. ഞാൻ ഇങ്ങനൊരു ഹദീസ് വായിച്ചു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളി തൂക്കാത്തവരൊക്കെ കേട്ടോ പ്രതിഫലം, തൂത്തവരും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ പള്ളിക്ക് ഇങ്ങനെ പള്ളിയുടെ വെളിയൊക്കെ തൂക്കണ ഒരു ഉമ്മയുണ്ടായിരുന്നു. പള്ളിയുടെ വെളിഭാഗമൊക്കെ തൂക്കണ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മാനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ആ ഉമ്മാനെ കാണുന്നില്ല. സഹാബത്തിനോട് ചോദിച്ചു, ഹബാ, ആ പള്ളി തൂക്കാൻ വരുന്ന ആ ഉമ്മാനെ എന്തേ കാണുന്നില്ലല്ലോ? ആ ഉമ്മാനെ കാണുന്നില്ല. ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, നബി, ആ ഉമ്മ മരിച്ചുപോയി, ആ ഉമ്മ മരിച്ചുപോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ വാടി. സഹാബികളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? വല്ലാത്ത ചോദ്യം. ആ പള്ളി തൂക്കുന്ന ഉമ്മ, പള്ളിയുടെ പരിസരം തൂത്തിരുന്ന ഉമ്മ മരിച്ചു പോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? സഹാബികൾ പറഞ്ഞു, അതൊരു സാധാരണ ഉമ്മ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു വലിയ ആളല്ലല്ലോ. ആ സാധുവായ ഉമ്മ പള്ളിയുടെ പരിസരം തൂക്കുന്ന ആ ഉമ്മാനെ കുറിച്ച് നബിയോട് വന്നിട്ട് അവര് മരിച്ചുപോയി എന്ന് പറയാൻ അതിനെന്ത് വലിയ കാര്യമില്ലല്ലോ. അവരങ്ങനെ മറുപടി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. മുത്തുനബിയുടെ മുഖമൊക്കെ വല്ലാതെ വാടി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് ചോദിക്കുകയാ, എന്നാലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നാലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എവിടെയാ ആ ഉമ്മയുടെ ഖബർ? എവിടെയാണ് ആ ഉമ്മയുടെ ഖബർ? എവിടെയാണ്? റസൂലുള്ള സ്വഹാബികളെയും വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ആ ഉമ്മാനെ ഖബറടക്കിയ ഖബർസാനിലേക്ക്, ആ പള്ളിക്കാട്ടിലേക്ക് അവിടെ നിന്ന് മുത്തുനബി കടന്നുപോയി. സ്വഹാബികളെ ഖബർ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് മുത്തുനബി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവരേ, മുത്തുനബി പോയി ദുആ ചെയ്യണമെങ്കിൽ ആ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്ക്, ആ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്ക്. അവസാന ഖബറിന്റെ ചാരത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ സ്വഹാബികളോട് പറയുന്ന, സ്വഹാബ, ആ ഉമ്മ രക്ഷപ്പെട്ടു സ്വഹാബ, ആ ഉമ്മ രക്ഷപ്പെട്ടു സ്വഹാബ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരമൊന്ന് വൃത്തിയാക്കിയത് കൊണ്ടാ. പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയ ഉമ്മയ്ക്ക് അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തെങ്കില് പള്ളി പരിപാലിക്കുന്നവര്, പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുന്നവര്, പള്ളിയുടെ മൂത്രപ്പര കഴുകുന്നവര്, പള്ളിക്കകം കഴുകുന്നവര്, അല്ലാഹ് നമുക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ വെളി കഴുകണ്ട, പള്ളിയുടെ പുറം തൂക്കണ്ട, പള്ളിക്കകത്ത് കിടക്കണ ഒരു ഇലയെങ്കിലും എടുത്ത് വെളിയിൽ കളഞ്ഞാൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയുടെ പുറത്ത് കിടക്കണ ഇല കിടക്കണ്ട, ഈ പള്ളിക്കകത്ത് എന്തെങ്കിലും ഒന്ന് കിടന്ന അത് നമ്മൾ എടുത്ത് കളയോ? മുസമ്മിലിന് നോക്കൂ എവിടെയെന്ന്.
അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് വേണ്ടി കൊടുത്താൽ അല്ലാഹ് നിനക്ക് കൂട്ടിത്തരും. അല്ലാഹുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ ജീവിത മാർഗത്തിൽ വിശാലതയുണ്ടാകാനുള്ള വഴി അല്ലാഹ്ക്ക് കൊടുക്ക്, ഒരിക്കലും കുറയൂല. കൊടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കും. കൊടുക്കും തോറും അല്ലാഹു ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അനുഭവങ്ങൾ നിങ്ങൾ ഓർത്തു നോക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കൊടുത്താൽ ഒരിക്കലും കൊടുക്കുന്നത് കൊണ്ട് കുറഞ്ഞു പോകാറില്ല. കൊടുക്കുന്നത് കൊണ്ട് കുറഞ്ഞു പോകാറില്ല. എത്രയോ സഹാബത്ത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അതുപോലെ സദഖ കൊടുത്ത വേറെ ആരെങ്കിലും ഉണ്ടോ സഹാബികളിൽ? പടച്ചവൻ കൊടുത്ത സമ്പത്ത് മുഴുവനും കൊടുക്കണ സഹാബി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സമ്പത്ത് കിട്ടുന്നതനുസരിച്ച് കൊടുക്ക. എന്നാൽ ഈ സഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ? ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത്രയും സദഖ കൊടുത്ത, തന്റെ സമ്പാദ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുത്ത ആ സ്വഹാബിയാണ് സഹാബത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് വാട്സപ്പിലൂടെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഒരു കാലത്തും ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ, നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ, നിങ്ങൾക്ക് അഭിവൃദ്ധിയേ ഉള്ളൂ. അല്ലാഹു നിങ്ങൾക്ക് വാരിക്കോരി തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അൻഫിക് യാ ഇബ്നു ആദം ഉൻഫിക് അലൈക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഈ ആദം സന്തതികളെ നിങ്ങൾ ചിലവഴിക്കുക, എന്നാൽ നിങ്ങളുടെ മേൽ നാം ചിലവഴിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു പറയുകയാണ്. നിങ്ങൾ ചിലവഴിച്ചോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിച്ചോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തോ. ഞാനും നിങ്ങളുടെ പുറകെയുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അൻഫിക് യാ ബിലാൽ വലാ തഖ്ശാ മിൻ ദിൽ അർശി. ബിലാലേ, നീ ചിലവഴിക്കുക, അർശിന്റെ ഉടമയിൽ നിന്ന് ഇല്ലായ്മയെ നീ ഭയപ്പെടരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവപ്പെട്ടവനായ കറുത്തവനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടിമയായിരുന്ന ബിലാൽ, ആ ബിലാലിനോട് ലോകത്തിന്റെ അധിപനായ പ്രവാചകൻ, ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ചെലവഴിച്ചോ, ഒന്നും നോക്കണ്ട, കൊടുക്കുന്നത് നീ വാരിക്കോരി കൊടുത്തോ. എന്നിട്ട് പറയുകയാ, നീ അർശിന്റെ ഉടമ നിന്റെ കൂടെയുണ്ട്, നീ ഒരിക്കലും ഭയപ്പെടണ്ട, ഇല്ലായ്മയെ നീ പേടിക്കണ്ട, തീർന്നു പോകുമെന്ന് നീ പേടിക്കണ്ട, ദാരിദ്ര്യം വരുമെന്ന് പേടിക്കണ്ട, പട്ടിണി വരുമെന്ന് നീ പേടിക്കണ്ട, അർശിന്റെ ഉടമ നിന്റെ കൂടെയുണ്ട്. ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊടുക്കുന്നവരെ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ആര് കൈവിട്ടാലും അല്ലാഹു നിങ്ങളെ കൈവിടൂല, ആര് മറന്നാലും അല്ലാഹു നിങ്ങളെ മറക്കൂല. ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങളെ ഉപേക്ഷിക്കില്ല. റബ്ബ് പറഞ്ഞതാണ്, നിനക്കത് കാണിച്ചു തരും, നിന്റെ ജീവിതത്തിൽ കാണിച്ചു തരും, നിന്റെ കച്ചവടത്തിൽ കാണിച്ചു തരും, നിന്റെ സമ്പത്തിൽ കാണിച്ചു തരും, നിന്റെ കുടുംബ ജീവിതത്തിൽ കാണിച്ചു തരും. അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് മരണം നിന്റെ കണ്ണ് മുന്നിലേക്ക് കടന്നു വരുമ്പോ, അസ്റായീൽ റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്കപ്പഴം കാണിച്ചു തരും, വഅബ്ശിറൂ ബിൽ ജന്ന.
അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് ഖുതുബ നടത്തുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖുതുബ നടത്തുമ്പോ പ്രവാചകൻ വിളിക്കുന്നു, ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, മരണത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, മരണത്തിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. പള്ളിയിൽ ഖുതുബ ഓതുകയാണ്. ആ സമയത്ത് പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് അവിടുന്ന് വിളിച്ചു പറയുകയാണ്, മരണം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. തിരക്ക് വരുന്നതിന് മുമ്പ് സൽക്കർമ്മം കൊണ്ട് നിങ്ങൾ ഒരുങ്ങുക. മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്തോ, തിരക്ക് വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ, തിരക്ക് വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവ് നനച്ചോ, ബന്ധങ്ങൾ ചേർത്തോ, രഹസ്യവും പരസ്യവുമായി നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തോ. നിങ്ങളെ അല്ലാഹു കൈവിടൂല. ഒരുപാട് ചരിത്രമറിയുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രമറിയുമല്ലോ. പടച്ചവനെ, ഫാത്തിമ ബീബിയുടെ ചരിത്രമറിയുമല്ലോ. അലിയാർ തങ്ങളുടെ ചരിത്രമറിയുമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ചരിത്രമറിയുമല്ലോ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ തങ്ങളുടെ ചരിത്രമറിയുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരിക്കലും കൊടുത്താ കുറയൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാം. പടച്ച റബ്ബേ, കോടിക്കണക്കിന് ദിക്റുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാ. ഒന്നും രണ്ടുമല്ല, 10 കോടിയിൽ പരം ദിക്റുകൾ പറഞ്ഞിരിക്കുകയാണ്. ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, 100 കണക്കിന് ഖത്തമോദി വെച്ചിരിക്കുകയാ. ഒന്നും രണ്ടുമല്ല, പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് പടച്ച റബ്ബേ പരിശുദ്ധമായ ഖുർആൻ ഖത്തമോദി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇന്ന് വഴങ്ങുകയാണ്. സൂറത്തു യാസീൻ ഓതി വെച്ചിരിക്കുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. കരുണക്കടലായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, പോരായ്മകൾ പൊറുക്കണേ അല്ലാഹ്, ഈ മജ്ലിസ് നീ കബൂലാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് സമയം 11 മണി അടുത്തു. ഒരുപാട് പേര് പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് 10 കോടിയിൽ 11 കോടിയിൽ പരം അൽഹംദുലില്ലാഹ് തഹ്ലീലുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണങ്ങളില്ലാതെ ഇഖ്ലാസും സ്വലാത്തും മറ്റുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് 600-ൽ പരം ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ള, അല്ലാഹു ഹൃദയത്തിൽ തോന്നൽ തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവർക്കും പറ്റൂല ഉസ്താദെ ഞാൻ അന്ന് കൊടുത്തതാ ഇന്ന് കൊടുത്തതാ എന്നല്ല. അൽഹംദുലില്ലാഹ് എനിക്ക് വേണ്ടിയല്ല, ഈ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ കയ്യിലേൽപ്പിച്ചോ, അല്ലാഹു ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം